RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരായ കേസിൽ തുടർ നടപടിയെടുക്കാതെ പോലീസ്. TG മോഹൻദാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല. ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടണമെന്നായിരുന്നു TG മോഹൻദാസിന്റെ പരാമർശം. TG മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അറസ്റ്റ് തീരുമാനിക്കുന്നത് ആഭ്യന്തരമന്ത്രിയല്ല എന്നും ചെന്നിത്തല പ്രതികരിച്ചു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഇത്രയും വിദ്വേഷകരമായ ചില പരാമർശങ്ങൾ ഒരു വിദ്യാർത്ഥി മൂവ്മെന്റിനെതിരെ നടത്തിയിട്ട് പോലും അതിൽ കേസെടുത്തു എന്ന പതിവ് പല്ലതിവയല്ലാതെ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമാകുന്നത്. പക്ഷെ അതിനൊരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി കൂടിയാണ് ആഭ്യന്തരമന്ത്രി അടക്കം നൽകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? വലിയ തോതിൽ ചർച്ചയായ വിവാദമായ ഒരു വിദേശ പ്രചാരണമാണ് RSS പ്രചാരകൻ അല്ലെങ്കിൽ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ ഭാഗത്തുണ്ടായത്. യൂട്യൂബിൽ നടത്തിയ ഒരു സംസാരത്തിലൂടെയാണ് ആ ഒരു പരാമർശം നടത്തിയത്. വലിയ തോതിൽ പരാതികൾ വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്ത് ജൂലൈ 29 കേസെടുക്കുന്നത്. ഇന്ന് വരുമ്പോൾ 10 ദിവസമായിട്ടും ഇതുവരെയും രണ്ട് തരത്തിൽ നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന്, അയാളെ മൊഴിയെടുപ്പിക്കാനോ ചോദ്യം ചെയ്യാനോ വിളിപ്പിക്കുകയോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എടുക്കുകയോ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ വിദ്വേഷപരമായ പരാമർശം നടത്തിയ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും ലഭ്യമാണ് താനും. എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് ഇതുവരെ നീക്കുകയോ ആ കണ്ടന്റ് പുറപ്പെടുവിച്ച ആളിനെതിരെ കേസെടുത്തിട്ടും അയാൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. ഇത് വലിയ തോതിൽ ചർച്ചയായതിനെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി കേസെടുത്തിട്ടുള്ള വിശദീകരണം മാത്രം നൽകുന്നത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് യൂട്യൂബിൽ കണ്ടന്റ് സംബന്ധിച്ച് യൂട്യൂബിൽ ഇമെയിൽ അയച്ചിട്ടുണ്ട്, അതിന്റെ നടപടികൾ ഉടനെ ഉണ്ടാവുമെന്ന് പറയുന്നു. മാത്രമല്ല, അതിൽ നിരവധി പരാതികൾ വന്നിരുന്നു. അതിൽ 1-2 കലാപാഹ്വാനം ഉൾപ്പെടെ 2 വകുപ്പുകളാണ് ചുമത്തിയത്. സ്ത്രീകൾക്കെതിരായ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വകുപ്പ് ചുമത്തിനെ കുറിച്ചുള്ള നിയമോപദേശം തേടിയിരുന്നു. അതുൾപ്പെടെ വൈകാതെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഉടനെ തന്നെ നടപടി ഉണ്ടാകുമെന്ന വിശദീകരണമാണ് തിരുവനന്തപുരം സൈബർ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. പക്ഷേ നമുക്കറിയാം, മറ്റ് കേസുകളെ പോലെ ഒരു വേഗത ഇക്കാര്യത്തിൽ ഒരു RSS സൈദ്ധാന്തികനെതിരായ വിദേശ പ്രചാരണ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്.